കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയം 6 മണിക്കൂറിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ബസ് സ്റ്റാൻഡ് ഗോഡൌണിലെ തുണി ഗോഡൌണിലെ തീ ഇപ്പോഴും പൂർണ്ണമായി അണക്കാൻ സാധിച്ചിട്ടില്ല. ദൌത്യത്തിൽ പാളിച്ചയില്ലെന്നും സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി മാറിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പരിപാടി പൂർണ്ണമാകുന്നതുവരെ സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ് മെഷീനറിയും പൂർണ്ണമായ തോതിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് വ്യാപാരി സമൂഹത്തിനുണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ് ഓരോരുത്തർ തന്നെ പരിഗണിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന് തത്സമയം. സമീർ, ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ മണിക്കൂറിലും ഏതാണ്ട് ആ കെട്ടിടത്തിന്റെ 1-ാം നിലയുടെ മധ്യഭാഗത്ത് അല്പം തീ ഉയരുന്നുണ്ടായിരുന്നു. അതുകൂടി കെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ? ഗൂഗിൾ വൈകിട്ട് 4:50 തീപിടുത്തം തുടങ്ങിയത്. പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അത് നീങ്ങുകയായിരുന്നു. 6 മണിക്കൂറിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. ഇപ്പോഴും അത് പൂർണ്ണമായും കെട്ടിട്ടില്ല. തീ അണക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടു പിറകിലായിക്കൊണ്ട് അതിൻ്റെ മധ്യഭാഗത്തായിക്കൊണ്ട് ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. പ്രദേശത്ത് അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതും ഒരു ആശ്വാസമാണ്. എന്നിരുന്നാൽ പോലും ആ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും പുക ഉയരുന്ന കാഴ്ചയാണ് ഉള്ളത്. ഫയർഫോഴ്സിന്റെ തുടർച്ചയായിട്ടുള്ള 15 യൂണിറ്റുകളുടെ തുടർച്ചയായിട്ടുള്ള ആ പരിശ്രമം, അതിനുശേഷം ഇപ്പോഴും ആ ഭാഗത്ത് പുക ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാവുന്നു. അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടായത് ഞാനിപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഇടത് ഭാഗത്താണ്. ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള ഈ ആദ്യത്തെ കട, അതായത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്നുള്ള ആ തുണിക്കടയാണ്. അതിന്റെ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. അതിന്റെ മുകൾ നിലയിൽ നിന്നും ഇപ്പോഴും തീ ഉയരുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം ക്രെയിൻ ഉപയോഗിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാവുന്നു. ആ വിധത്തിൽ ഇപ്പോഴും അത് പൂർണ്ണമായും തീ അണഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്നിരുന്നാലും 15 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചുകൊണ്ട് അത് ഏറെക്കുറെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വലിയ കെട്ടിടത്തോട് ചേർന്ന് വലതുഭാഗത്ത് നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ഒരു കെട്ടിടം കൂടിയുണ്ട്. ആ കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്ത് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് തുടർച്ചയായിക്കൊണ്ട് ഫയർ എഞ്ചിനുകൾ താഴേക്ക് വെള്ളം ചീച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കാര്യമായ രീതിയിൽ തീ എത്തിയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഈ രക്ഷാപ്രവർത്തനത്തെ, ഈ രക്ഷാദൌത്യത്തെ വളരെ ഗുരുതരമായി ബാധിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് അനധികൃതമായി കെട്ടിപ്പൊക്കിയതാണ് എന്നാണ് ഈ കച്ചവടക്കാർ പറയുന്നത്. ഈ മുകളിലുള്ള ആ ഒരു നില, ആ നിലയുടെ സൈഡ് ഭാഗങ്ങളെല്ലാം തന്നെ തീർത്തിരിക്കുന്നത് തകരം ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് മറച്ചിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് കയറാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അതിന്റെ നിർമ്മാണം. ആ ഒരു സാഹചര്യത്തിലാണ് വെള്ളം എത്ര തന്നെ പമ്പ് ചെയ്താലും അതെല്ലാം തന്നെ തിരിച്ചു പോരുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഒരു തലക്കൽ അത് തീ കെടുത്തി വരുമ്പോൾ മറുഭാഗത്ത് വീണ്ടും തീയും പുകയും ഒക്കെ ഉയരുന്നു. ശക്തമായിട്ടുള്ള കറുത്ത പുക ഉയരുന്നു. രക്ഷാപ്രവർത്തനത്തെ അത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. അത്തരമൊരു ദുസ്സഹാവസ്ഥയിലായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നത്. അതിനൊടുവിലാണ് പിന്നീട് JCB കൊണ്ടുവരികയും അതിനുശേഷം അതിന്റെ സൈഡിലുള്ള ഭാഗങ്ങൾ ഈ തകരം ഉൾപ്പെടെ താഴേക്ക് മാറ്റി. അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏണി വെച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ആ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയും പിന്നീട് ആ ഷീറ്റുകളെല്ലാം തന്നെ ഇളക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് തുടർച്ചയായിക്കൊണ്ട് വെള്ളം ഉള്ളിലേക്ക് പമ്പ് ചെയ്തു. അങ്ങനെയാണ് വെള്ളം അതിനകത്തേക്ക് എത്തിയത്. അതിനൊടുവിലാണ് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. അത് ഫയർഫോഴ്സിന്റെ അന്വേഷണമാണ് ഉണ്ടാവുക. 2 കാര്യങ്ങളാണ് പ്രധാനമായും ഫയർഫോഴ്സ് അന്വേഷിക്കുന്നത്. ഒന്ന്, ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഇടയാക്കിയ സാഹചര്യം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ള കാര്യമാണ് പ്രാഥമികമായി ലഭ്യമായ വിവരം. എന്നാൽ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു അപകടത്തിലേക്ക്, വലിയൊരു തീപിടുത്തത്തിനിടയാക്കിയ സാഹചര്യം എന്തൊക്കെയെന്ന് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ഒന്ന്, ഈ ഫയർ ഡിപ്പാർട്ട്മെന്റിനും മറ്റൊന്ന് നൽകുക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർമാർക്കും ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം ഉണ്ടാവുക. ഗൂഗിൾ. ശരി, സമീർ സി മുഹമ്മദാണ് തത്സമയം വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ഏതായാലും വലിയ ആശങ്കയാണ് ഉയർന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് 6 മണിക്കൂറിന് ശേഷമാണ് തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും അവിടെ പുകയുയരുന്നുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാനായി എന്നാണ് സമീർ സി മുഹമ്മദ് നൽകിയ വിവരം.